നരിണിപ്പുഴ പാർക്കിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. 50 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പച്ച വിരിച്ചു കിടക്കുന്ന പൊന്നാനിക്കോളും ഒഴുക്കുനിലയ്ക്കാത്ത നൂറടിത്തോടും പാലവും നരിണിപ്പുഴയെ കൂടുതൽ സുന്ദരമാക്കുമ്പോൾ ടൂറിസം പദ്ധതിയിലൂടെ കൂടുതൽ തിളക്കം നൽകുകയാണ് സംസ്ഥാന സർക്കാർ. കരിയിലൂടെ സിനിമാ സംവിധാന രംഗത്തെത്തുകയും സൂഫിയും സുജാതയും സിനിമയിലൂടെ നരിണിപ്പുഴ എന്ന ഗ്രാമത്തെ ലോകമറിയുകയും ചെയ്ത നരിണിപ്പുഴ ഷാനവാസിന്റെ ഓർമ്മയിൽ നരിണിപ്പുഴ ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. 50 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. കട്ടവിരിച്ചും സുരക്ഷാ വേലി കെട്ടിയും കോൾപ്പാടത്തേക്കുള്ള റാമ്പ് നിർമ്മാണവുമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി 15 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് ബാക്കിയുള്ളത്. അടുത്ത 5 മാസത്തിനുള്ളിൽ മുഴുവൻ പ്രവൃത്തികളും പൂർത്തീകരിച്ച നാടിന് സമർപ്പിക്കും. നരിണിപ്പുഴയുടെ ടൂറിസം സാധ്യതകളെ തിരിച്ചറിഞ്ഞ നിയമസഭാ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് 2019-20 സാമ്പത്തിക വർഷത്തിൽ നരിണിപ്പുഴ ടൂറിസം പദ്ധതിക്കായി ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചത്. പിന്നീട് കോവിഡ് പ്രതിസന്ധിയും സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കവും കാരണമായി പദ്ധതിക്കായുള്ള തുക ചെലവഴിക്കാൻ ധനവകുപ്പ് അനുമതി നൽകാത്തതിനാൽ പദ്ധതി നിശ്ചലമായ അവസ്ഥയിലായിരുന്നു. പിന്നീട് പി നന്ദകുമാർ MLA ഇടപെടലിലാണ് പദ്ധതി പുനർജീവിച്ചത്. പരിസ്ഥിതിക്ക് കോട്ടം വരാത്ത രീതിയിൽ നരിണിപ്പുഴ വിനോദസഞ്ചാര കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം.